അനിലിൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നേക്കാന്ന് എനിക്കറിയാം. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ കോഴിക്കാട്ടം പറ്റിയ സീനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് മാരക ടെസ്റ്റ് അതൊക്കെ ബിഗ് ബിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് കാണണം. എന്തിനുടെ പ്രസൻസ് എടാ അനിലേ, നീ ചത്തില്ലല്ലേ? ഇവനല്ല അരക്കിളി വല്ലതും ആണോ? അരക്കിളിയാന്ന് തോന്നുന്നു. 2 സെക്കൻഡ് എടുക്കും ആളെ മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഇല്ലടാ, എനിക്കറിയാമായിരുന്നടാ നീ ചാകില്ലെന്ന്. അതാ ഞാൻ പോയത്. കുഴപ്പമില്ലടാ. തെരുവ് നാടകോ? കുഴപ്പമില്ലടാ, നീ എന്റെ സുഹൃത്തല്ലേ. നടുക്കത്ത് ഒരാൾ നടുക്കത്ത് നിൽക്കുന്നവൻ എക്സ് മിലിറ്ററിയുടെ മാനാന്ന് തോന്നുന്നു. ഇവനാരാടാ? എടാ, ഇതെന്റെ മറ്റൊരു സുഹൃത്താണ്. അതെയോ? അത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇവനാണ് മരണത്തിൽ നിന്നും എന്നെ രക്ഷിച്ചത്. നീ എന്താടാ പറയുന്നേ? ഞാൻ നിന്നെ രക്ഷിച്ചത്? നീ എന്നെയല്ലേടാ രക്ഷിച്ചത്? നിങ്ങള് ശരിക്കും ആരാ? നിന്റെ ഡാഡിയുടെ കമ്പനിയിൽ അമേരിക്കയിൽ ജോലി വാങ്ങിച്ചതെന്ന് നീയല്ലേടാ? അമേരിക്കയിൽ ജോലിയോടൊക്കെ ഉണ്ടാ? അതൊക്കെ എന്തിനാടാ നീ ഇപ്പോൾ പറയുന്നത്? അതൊക്കെ മോശമല്ലേടാ. ഡോറയുടെ പ്രയാണം കണ്ടാ മതിയായിരുന്നു. കറക്റ്റ് സമയത്ത് ഞാൻ ലീവിന് വന്നതുകൊണ്ട് നിന്നെ രക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. രക്ഷിക്കണ്ടായിരുന്നു. എന്തിനാടാ ഇവരെയൊക്കെ രക്ഷിച്ചത്? അപ്പോൾ ഞാൻ പോട്ടെ. എനിക്ക് നാളെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ശരിയടാ, അടുത്ത ലീവിന് കാണാം. ശരി, നീ പോയിട്ട് വാ. അതാ നിപ്പ് കണ്ടാ അറിയാം. കയ്യിൽ നിന്ന് തന്നെ പോയി. എനിക്ക് അവസാനമായി ആശയെ ഒന്ന് കാണണം. നീ എൻ്റെ കൂടെ വരില്ലേ? വരാടാ. മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാവി വാഗ്ദാനങ്ങൾ. അനിലേ, നീ എന്താ ഇവിടെ? ടൈമിങ് സാധനം. അനിലേ, നീ എന്താ ഇവിടെ? ഡോറ് തുറക്കുന്നതിന് മുമ്പേ അവൻ ആളെ കണ്ടുപിടിച്ച്. എനിക്ക് ആശയെ ഒന്ന് കാണണം. അവളെ വിളിക്ക്. അവളിവിടെ ഇല്ല. എവിടെ പോയി? അതെനിക്കറിയില്ല. അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്ത വിഷ്ണു നീയല്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പറ്റിച്ചതല്ലേ അല്ലേ? ഞാൻ തന്നെ പറ്റിച്ചത് ഞാൻ തന്നെ. എന്താടാ ഇപ്പോ? എനിക്ക് അവളെ കാണണം. അവളെ വിളിക്ക്. മാറിക്കടാ. കാണണം. അവളെ വിളിക്കണം. മാറില്ലടാ. ചേച്ചി പിന്നെ പോടാ. കരാട്ടക്കിട്ട് കാണുന്ന ഫീല്. എന്താ ബ്രോ മുടയാണ്? കാണയാ പോടാ. എലക്സർ കുണ്ടി. എടാ, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതന്നെ ഈ നിൽക്കണ ജയ് ജവാൻ ജയ് കിസാൻ. അങ്ങനെ ഒന്നോ എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ടടാ. എലക്സർ കുണ്ടി. അപ്പന്റെ അണ്ടി. പട്ടിനെ പോരാ തലോടലും മേടിച്ചിട്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ടടാ. വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ജെട്ടിയിടാൻ മറന്നുപോയി. സുഹൃത്ത് ജെട്ടി ഇത്ര നേരനാണ് സുഹൃത്തിന് ഇത്ര നേരനായിരുന്നു. കണ്ണില്ലേ? കണ്ണിലുണ്ണിയാണ്. രോമ എഴുന്നേറ്റ് തള്ളക്കി വിട് തുടങ്ങി കേട്ടോ എന്റെ. എടാ ബിനു, എടാ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിത് ഞാൻ അല്ലേ ഈ ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഉള്ള സീരിയസ് പറയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കാണും. ഇത് മുഴുവൻ കാണും. എടാ ബിനു, നീ എന്തിനാ അവന്റെ കൂടെ പോയി നിൽക്കുന്നത്? ഫോട്ടോ എടുക്കാൻ. കല്യാണം ഫോട്ടോ എടുക്കാൻ. വധുവരന്മാരാന്ന് തോന്നുന്നു. കല്യാണം നീ എന്റെ സുഹൃത്തല്ലേടാ? എടാ അനിലേ, ഇവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. ജവാന്റെ മോൻ ജവാൻ അടിച്ചിട്ടാ വന്നേക്കുന്നേ. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ബിസിനസ് ഇടാമല്ലോ. എനിക്ക് നിന്റെ ഡാഡിന്റെ കൂടെ അമേരിക്കയിൽ പോകണ്ടല്ലോ.
അനിലിന്റെ എന്നാന്നാ പറഞ്ഞ അനിലിന്റെ പറി. എടാ എടാ നീ എന്റെ സുഹൃത്തല്ലേടാ, നീ എന്നെ ചതിച്ചല്ലേ എടാ ദ്രോഹികളെ. അതെന്നതാ എടാ ദ്രോഹികളെ. സുരേഷ് ഗോപിക്ക് കാണിച്ചാണോ ഇനി അത്? അല്ല എന്തേലും കാണിക്കുക അപരാധങ്ങള്. ക്യാമറമാൻ കിഡു. എടാ ദുഷ്ടന്മാരെ, അതിന് അച്ചാറാ. ദൈവം ചോദിക്കൂടാ. ദൈവമല്ല, ജോക്ക് ചോദിക്കും. ഫിലിപ്പിന്റെ പറി. അവന്റെ ഞെട്ട് കാണിക്കണി. കഥ, തിരക്കഥ, അപരാധം, സംവിധാനം, തന്തയിലായ്മത്തരം എല്ലാം ഒരാള്. സംവിധാനത്തിന്റെ ഛായാഗ്രഹണത്തിന്റെ ഒക്കെ സ്പെല്ലിംഗ് ഒക്കെ നോക്കി എന്റെ മോനെ, ഡിക്ഷണറി പോലും ഇല്ലാത്ത കുറെ വാക്കുകളൊക്കെ ഉണ്ട്. ഛായാഗ്രഹണം, ചായ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ, ചിത്ര സംയോജനം, സംഗീതം, പാടിയത്, വെട്ടത്, JK എന്റെ മോനെ കിടിലൻ ഷോർട്ട് ഫിലിം. തുണി ഉരിഞ്ഞു പോയി. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇതൊരു മുതലക്കൂട്ടാണ്. ചില സീനുകളൊക്കെ കണ്ടിട്ട് എന്റെ രോമം വരെ എഴുന്നിട്ട് കാവടി ആടി. ഇനിയും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഷോർട്ട് ഫിലിംസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എന്റെ അഴിഞ്ഞുപോയ കോണ ഏതാ മുറി പോയി തൂങ്ങിച്ചത്ത്. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. കിടിലൻ ഷോർട്ട് ഫിലിം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ. അടുത്ത ഷോർട്ട് ഫിലിം റിയാക്ഷൻ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഷോർട്ട് ഫിലിം ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ടെലിഗ്രാമിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചു തരാം. നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആൾക്കാർ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, നമുക്ക് ഫോളോ മീ ഓൺ ദെയർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. ബൈ ഫോർ നൗ.